ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുന്നേ ഒരു പോളിഷിംഗ് പേഡിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ ഇടാമെന്നുള്ളത് പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ജസ്റ്റ് ചെയ്ത പെയിൻറ്റിങ് ചെയ്തൊരു പാനലാണ്. അത് പ്രഷറിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അത് ശരിക്കും കാൻഡി റെഡാണ്. വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് അടിക്കുന്നുണ്ട്. അത് നമ്മൾ മേടിച്ച പോളിഷിംഗ് പേഡ് എടുക്കുക, അത് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ടൈറ്ററാണ്, ഐഡിയൽ മെഷീൻ്റെ കുറേ മുന്നേ മേടിച്ച ടൈറ്ററാണ്. അപ്പോൾ ആ സ്പീഡ് മതി. നമ്മൾ മുന്നേ 2 ഇത് പോളിഷ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3M-ൻ്റെ 1 സ്റ്റെപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ടാണ്, ജസ്റ്റ് കാണാം. ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ പാനലിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് പേഡിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഞാൻ ആദ്യം മുന്നേ ചെയ്തതുകൊണ്ട് പേഡിൽ കുറച്ചുണ്ട് ലൈറ്റായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു നോർമൽ സ്പീഡിൽ, അത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ ടൈറ്ററോ, ഓവർ ചൂടാവരുത്. പിന്നെ ഒരു നോർമൽ പ്രഷറിൽ ഒരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാം കറക്റ്റായിട്ട് പോളിഷായി വരുന്നുണ്ട്. നല്ല കോമ്പൗണ്ടാണ് കേട്ടോ. 3M-ൻ്റെ 1 സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പ് മതി. നമുക്ക് ആദ്യം റബ്ബിങ് ചെയ്തിട്ട് പിന്നെ പോളിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ സ്റ്റെപ്പ് തന്നെ നല്ല ഗ്ലേസിങ് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഈ പാനലിന് നമ്മൾ ക്ലിയർ അടിച്ചതിന് ശേഷം, ക്ലിയർ അടിച്ചത് മറ്റേ ഇതാണ്, ക്യാപ്സിൻ്റെ ക്ലിയറാണ് അടിച്ചത്. നല്ല അടിപൊളി ക്ലിയറാണ്, നല്ല റിസൾട്ടും ഉണ്ട്, നല്ല ക്ലാരിറ്റിയും ഉണ്ട്. അപ്പോൾ ക്ലിയർ അടിച്ചതിന് ശേഷം 2000-ൻ്റെ സാൻഡ് പേപ്പർ, 2000 ഗ്രിഡ് 2000 ഗ്രിഡ് സാൻഡ് പേപ്പർ ചെയ്തിട്ടാണ് ഇത് പോളിഷ് ചെയ്യുന്നത് കേട്ടോ. 2500 വേണമെങ്കിൽ ചെയ്യാം, ഒന്നും കൂടി പോളിഷിങ് സ്പീഡായി കിട്ടും. 2000 മാത്രമാണ് ഉപയോഗിച്ചത്. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ ലൈവായിട്ട് തന്നെ കാണിക്കുന്നത്. പിന്നെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല വീഡിയോ. ജസ്റ്റ് പോളിഷ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഇതിനെക്കൊണ്ട് പല റിസൾട്ടുണ്ട്. നമുക്ക് കാറിൻ്റെ മറ്റേ ഗ്ലാസ്, അതേപോലെ മങ്ങിപ്പോയ മറ്റേ ഇതില്ലേ, അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്, അതൊക്കെ സ്ക്രാച്ച് വീണതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ബൈക്കിൻ്റെയൊക്കെ മീറ്ററിൻ്റെ മുകളിലത്തെ ഗ്ലാസ് മങ്ങിയാൽ തന്നെ നല്ല പഴക്കം തോന്നും. നമ്മൾ ഇത്ര പെയിൻ്റ് അടിച്ചാൽ അതൊക്കെ നമുക്ക് ഇതിനോട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്, നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഇടുന്നു. അതേപോലെ ഈ പ്ലഷറിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും തീർച്ചയായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ. ഈ പേഡ് നമുക്ക് നല്ല ഉപകാരപ്പെടും. ഒരു ബൈക്കുള്ളവർക്കാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. പിന്നെ കുറച്ച് പെയിൻറ്റ് മങ്ങി നിൽക്കുന്ന, കുറച്ച് ക്ലിയർ ഡാമേജ് ആയത് പോളിഷ് ചെയ്യാൻ പറ്റും, പക്ഷേ അത്ര ഒരു ഇത് കിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലിയറാണ്, പക്ഷേ മങ്ങി പോയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റി തന്നെ എടുക്കാം. നമുക്ക് പെയിൻറ്റ് ഡാമേജ് ആവില്ല. നല്ല ഗ്ലേസിങ് ഉണ്ട്. അത് ഫുള്ള് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നുണ്ട്. അത് എഡിറ്റിങ്ങിലാണ്, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇറക്കുമ്പോൾ നമ്മൾ പാനൽ പോളിഷ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റും പിന്നെ മീറ്ററിൻ്റെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഗ്ലാസ്സുകൾ പോളിഷ് ചെയ്യുന്നത്. അതേപോലെ കാറിൻ്റെ നമ്മൾ ക്ലിയർ അടിച്ചിട്ടുള്ളൊരു വീഡിയോ തീർച്ചയായിട്ടും ഇട്ടിട്ടുണ്ട്. നല്ല പോളിഷ് ചെയ്യണം, കണ്ണാടി പോലെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്ത് അതിന് സഹായിക്കുന്നു. നല്ല ഗ്ലേസിങ്ങും ഉണ്ട്, നല്ല ഇതുമുണ്ട്, കണ്ണാടി പോലെ. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒന്നും കൂടി ഒന്ന് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ടൊന്ന് വാക്സ് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ നമുക്ക് തിളങ്ങി കിട്ടും. ശരിക്കും കളർ കാൻഡി റെഡാണ്. 3 കോട്ട് പെയിൻ്റാണ് പഠിച്ചത്. ബേസ് സിൽവർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാൻഡി റെഡ് അടിച്ചിട്ട് അതിൽ ക്ലിയറും കൂടി അപ്ലൈ ചെയ്താണ് അതിൻ്റെ തേർഡ് കോട്ട്. ഈ വാക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല വാക്സാണ്, നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്നൊന്ന് മങ്ങി. അതേപോലെ എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് ആക്കുക, മെഷീൻ റൊട്ടേറ്റ് ചെയ്യാണ്ട്. എന്നിട്ട് വേണം അതിൻ്റെ മുന്നേറ്റ് നല്ലോണം തുടയ്ക്കണം കേട്ടോ. രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നല്ലോണം തുടച്ചിട്ട് ശേഷം
വേണം ഇപ്പോൾ ചെയ്യാൻ. ചെറിയ തരി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രാച്ച് വെക്കും. അപ്പോൾ നല്ലോണം തുടച്ചതിന് ശേഷം മാത്രം അത് ഓരോ കോട്ട് കഴിഞ്ഞിട്ടും തുടക്കണം. റബ്ബിങ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ 1 സ്റ്റെപ്പ് ഉപയോഗിക്കുന്നതിനോട് റബ്ബിങ്ങിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഒന്നുകൂടെ റബ്ബിങ് ചെയ്താൽ ഒന്നും കൂടി വൃത്തിയാകും, കുഴപ്പമില്ല. ഇത് അതിൻ്റെ ആവശ്യം വന്നില്ല, അത് പുതിയ പെയിൻ്റ് ആയത് കൊണ്ടാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നല്ലോണം തുടയ്ക്കുക. മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നല്ലോണം തുടച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടും. വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിലൊരു വെള്ളം വീണ മാതിരി ഇങ്ങനെ നല്ല എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ചെയ്തിട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരുന്നത്. ചെറിയ പൈസയേ ഉള്ളൂ, ഒരു 300 രൂപ. ഞാൻ മേടിക്കുമ്പോൾ അതിലത്തെ കുറവ്. ഇനിയിപ്പോൾ 300, 350 ആ റേഞ്ചാണ് ആമസോണിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഉള്ളവരാണ് തീർച്ചയായും വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക. ആ ഒരു ചെറിയ പൈസയ്ക്ക് ഒരു വണ്ടിയെങ്കിലും ഉള്ളവർ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക. എങ്ങനത്തെ റിസൾട്ട് എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല, നല്ല റിസൾട്ടാണ് നേരിട്ട് കാണുമ്പോൾ. മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.